Blessed assurance, Jesus is mine. Oh Lord, divine, heir of salvation, riches of God, born of the Spirit, in His death. This is my story, praising my Savior all the day long. This is my story. This is my song, praising my Savior the day long. Perfect submission, perfect delight, visions of rapture, burst on my side, angels descending, bring from above, echoes of mercy, whispers of love. This is my story. This is my song, praising my Savior all the day long. This is my story. This is my song, praising my Savior all the day long. Thank you. Thank you very much. Thank you very much. എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യങ്ങളാ ദൈവത്തിന് സ്തോത്രം. ഇത് പലപ്പോഴും നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ ഉറപ്പിക്കുന്ന നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായർ എന്ന് പറഞ്ഞാൽ മറുകര കടന്നവരെന്നർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ ക്രിസ്തു ആവുന്ന പാറയെ അനുഗമിച്ചവർ, പാറയിൽ നിന്ന് അനുഭവിച്ചവർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാലാകാലങ്ങളിൽ നാമും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ, ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ദൈവത്തിന് സ്തോത്രം ഇന്നും നമുക്ക് ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം നാം കടന്നു വന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മൾ എത്രത്തോളം കൊണ്ടുവന്നത് ആ ഓർമ്മ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആട്ടിടനായിരുന്ന ദാവീദിനെ ഹല്ലേലൂയ അവിടുന്ന് വിളിച്ചു വരുത്തി. അതെ, പിതാവിനോ മാതാവിനോ സഹോദരങ്ങൾക്കോ അതേ ദാവീദിന് ഒരു രാജാവാകാനുള്ള അതേ യോഗ്യത ഉണ്ടെന്ന് കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതിൽ ശ്രേഷ്ഠരായ തന്റെ 7 മക്കളെ ഈശായി അതേ ഒരുക്കി ദിവസന്നെ നിർത്തിയപ്പോൾ ഒരുക്കവുമില്ലാതെ ആടിന്റെ ഇടയിൽ കിടന്ന ദാവീദിനെ ദൈവം വിളിച്ചു വരുത്തി അഭിഷേകം പറഞ്ഞ് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവാക്കി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദാവീദിന് ആട്ടിടന് രാജാവാകാൻ യാതൊരു യോഗ്യതയുമില്ലെങ്കിലും അതേ വേണ്ട യോഗ്യതകൾ ദൈവം നൽകി ശ്രേഷ്ഠ രാജാവാക്കി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ രാജ്യത്വം തലമുറയായി ദൈവം കൈമാറി. ദൈവത്തിന് സ്തോത്രം. അവന്റെ തലമുറയിൽ നിന്ന് ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു അതേ ജന്മം എടുപ്പാൻ തക്ക റെഡിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അയോഗ്യനായ ദാവീദിലുള്ള ഗുണം, ദാവീദ്
യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എവിടെ പോകുമ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അള്ളപ്പാടുകൾ വാങ്ങി അത് യാത്ര ചെയ്തുകൊണ്ട് അതേ ആ തിരുവനന്തപുരം തന്നെ പറയുന്നു, ചെന്നിടത്തൊക്കെയും ദൈവം എന്നെ അനുഗ്രഹിച്ചു. മാത്രമല്ല സിംഹാസനം കിട്ടി, കിരീടം കിട്ടി, അധികാരം കിട്ടി, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചെങ്കോല് കിട്ടി. എങ്കിലും അവൻ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ അതേ രാജവസ്ത്രം മാറ്റിവെച്ച്, ചെങ്കോൽ മാറ്റിവെച്ച്, കിരീടം മാറ്റിവെച്ച്, സാധാരണക്കാരനെ പോലെ പഞ്ഞി വസ്ത്രം കൊടുത്ത് ദൈവത്തെ ആരാധിച്ചു, നൃത്തം ചെയ്തു. സ്വന്തം ഭാര്യ പോലും അതേ നിന്ദിച്ചപ്പോൾ ദാവീദിന് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, ആട്ടിടനായ എന്നെ ഹല്ലേലൂയ ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന ദൈവസന്നിധിയിൽ ഞാൻ കടന്നു വരുമ്പോൾ ഇതിലും ഹീനമായിട്ട് ഞാൻ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവിടെ എന്റെ പദവി കാണിക്കുവാനല്ല, ഹല്ലേലൂയ, എന്റെ പ്രതാപം കാണിക്കുവാനല്ല, ഈ പദവിയും പ്രതാപവും തന്ന ദൈവമാ. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നാം ആരായിരുന്നു അത് ഓർമ്മയോടെ നാം ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് ആ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞ് വെട്ടി എടുത്ത പാറയിലേക്കും അനിയർപ്പത്തിലേക്കും നാം നോക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉയർച്ചകൾ ദൈവം തന്നതാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം എത്ര ഉയർന്നാലും ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നമ്മെ ഉയർത്തിയ ദൈവത്തെ നാം മറന്നു പോകരുത്. നാം വന്ന വഴികൾ, ഹല്ലേലൂയ, നമ്മെ നടത്തിയ വഴികൾ, നടത്തിയ ദൈവത്തെ മറന്ന് നാം ജീവിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ശൗലിന് പറ്റിയതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ, ഒന്നാമത്തെ രാജാവായ ശൗല്, ഹല്ലേലൂയ, അതേ കഴുതിയെ തേടി നടന്നവനെ ഹല്ലേലൂയ രാജാവാക്കി അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറഞ്ഞു, ശൗല് പറഞ്ഞു, ഞാൻ ബെന്യാമീൻ ഗോത്രത്തിൽ, അതേ ഇസ്രായേൽ ഗോത്ര അല്ല, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഹല്ലേലൂയ, ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമീൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ കുടുംബത്തിൽ നിന്ന് ജനിച്ച ആയവനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് രാജാവാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞവനെ രാജാവാക്കി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ രാജാവായി ചില രാജ്യങ്ങൾ പിടിച്ചടക്കി കിടന്നപ്പോൾ തന്റെ പുറകിൽ തന്നെ കൊണ്ടുവന്ന ദൈവത്തെ മറന്നു. ദൈവം പറഞ്ഞ കൽപ്പനകളെ ലംഘിച്ചു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുക്കാത്ത ശുശ്രൂഷകൾ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേൽ വരുന്നതിന് മുമ്പ് അതേ പുരോഹിത ശുശ്രൂഷ ശൗൽ ചെയ്യുവാൻ തക്ക ഇടയായി തീർന്നു. എന്ത് സംഭവിച്ചു? രാജവസ്ത്രം, രാജ സിംഹാസനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു നീചനെ പോലെ അതേ മരിപ്പാൻ തക്ക ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. തലമുറകളും ഹല്ലേലൂയ മരിപ്പാൻ തക്ക ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തെ, നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ, ദൈവഭയമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, സങ്കീർത്തനം തന്നെ പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നാം ചുംബിക്കണം. വഴിയിൽ നമ്മെ കോപിച്ചിട്ട് നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പാൻ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, അതേ കാലാകാലങ്ങളായി വിളിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന നാം അതെ നമ്മെ, നമ്മുടെ യാത്രയെ ഒരു ഓട്ടക്കളത്തിനോട് അതേ ഉപമിച്ചിരിക്കുക അപ്പോസ്തലനായ പൗലോസ്. ദൈവത്തിന്റെ സ്തോത്രം. 11-ാം അധ്യായത്തില് ഹല്ലേലൂയ, വിശ്വാസമെന്നതും ആശിക്കുന്നതിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതേ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്താൽ ദൈവത്തിന് സാക്ഷ്യം പ്രാപിച്ചു. അതെ, അവർ സാക്ഷ്യം പ്രാപിച്ച അവർ ഭാവിപ്പാൻ വേണ്ടി അവർ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും പീഡനങ്ങളും 11-ാം അധ്യായത്തിൽ നിരത്തിയതിനു ശേഷം ആദ്യ 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ആകിയാൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതേ വിശ്വാസത്തിന് വേണ്ടി നിവരുന്ന പീഡനം അനുഭവിച്ച്, കഷ്ടത അനുഭവിച്ച് ഹല്ലേലൂയ രക്തസാക്ഷികളായ അനേകർ വീക്ഷിക്കുന്ന ഹല്ലേലൂയ വലിയൊരു സമൂഹത്തിന്റെ മധ്യ നമ്മുടെ ഓട്ടം ഓടുന്നത്. ഇവിടെ പ്രധാനമായും അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം 7 കാര്യങ്ങൾ അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നാം ഓടുന്നത് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വളരെ ശ്രദ്ധയോടെ ഓടണം. ദൈവത്തിന് സ്തോത്രം, നാം സൂക്ഷിച്ചോടണം. അതേ ഓട്ടത്തിൽ നാം പരാജയപ്പെട്ടു പോകരുത്. പരാജയപ്പെടുവാൻ പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യങ്ങളൊക്കെയും തരണം ചെയ്ത് നാം ഓടണമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നാം എപ്രകാരം ഓടണമെന്ന് അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്ന അനേകരും നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മാത്രമല്ല അതേ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം ആ ഉയരത്തിലായിരിക്കുന്ന ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടവര് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവരുടെ മധ്യത്തിൽ മാതൃകാപരമായി ഓടി വിജയം നേടുവാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം.
രണ്ടാമതായി പറയുന്നു, അത് ഈ ഓട്ടത്തിന് ഓട്ടത്തെ നാം വിജയം നേടണമെങ്കിൽ പാപവും ഭാരവും മൃഗപ്പറ്റുന്ന പാവവും വിട്ട് നാം ഓടണം. ഹല്ലേലൂയ. ഓട്ടത്തെ തടസ്സപ്പെടുത്തുവാൻ ശത്രു പലവിധ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെട്ട് നിരാശയോടെ ഓടിയാൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തത്തില്ല. പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിൽ പെട്ടുപോകുവാൻ കാരണം അവിടെ അതേ യാത്രയിലെ പിറുപിറുപ്പ, ദൈവത്തോടുള്ള അവിശ്വാസമാ. ദൈവത്തിന് സ്തോത്രം. അതേ കനാനിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയവരിൽ 6 ലക്ഷം പേര് ഇറങ്ങിയവരിൽ ദൈവത്തിന് സ്തോത്രം 2 പേര് മിസ്രൈമിൽ ദൈവത്തിന് സ്തോത്രം കനാനിൽ എത്തിച്ചേരുവാൻ വടിയായി തീർന്നുള്ളൂ. മറ്റുള്ളവർ മരുഭൂമിയിൽ പട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ബൈസു ഹല്ലേലൂയ. ആ പെട്ടുപോകുവാൻ കാരണം നമ്മൾ ഓർമ്മപ്പെടുന്ന നമ്മുടെ പിറുപിറുപ്പും അതേ ദൈവസഭയുടെ അവിശ്വാസമാ. തങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ മറന്നു. അതേ മിസ്രൈമിൽ തങ്ങൾക്ക് വേണ്ടി 10 ബാധകൾ ഒരുക്കി. ആ ബാധയൊന്നും ഏശാതവണ്ണം ദൈവം അവരെ പരിപാലിച്ച് അവരെ കൺമുമ്പിൽ കണ്ടതാ. ചെങ്കടൽ തുറന്നത് കണ്ടതാ. ചെങ്കടലിൽ അതേ ഫറവോനെയും സൈന്യത്തെയും തങ്ങളെ പിടിച്ചുകൊണ്ടു പോകുവാൻ അതേ മടക്കി അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ കടന്നു വന്ന ഫറവോനെയും സൈന്യത്തെയും മുക്കിയതവര് കണ്ടതാ. അന്നവർ പാട്ടുപാടി നൃത്തം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മരുഭൂമി യാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ അവർ ദൈവസന്നിധി പുറപ്പെടുത്തു. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതേ മരുഭൂമിയുടെ ചൂടേക്കാതെ അവരെ ദൈവം അവരെ പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. രാത്രി അവർക്ക് വെളിച്ചം ലഭിക്കേണ്ടത് അഗ്നിസ്തംഭം അവർക്ക് മുമ്പിൽ നിന്നു. ഇതൊക്കെ അനുഭവിച്ചവരാ. അതേ ദൈവത്തിന് സ്വർഗ്യന്മാരുടെ ആഹാരമായ മന്ന കഴിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാടപ്പക്ഷി സമൃദ്ധിയായി അതേ അനുഭവിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. തീക്കൽ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി അത് സമുദ്രമായി അതേ നദിയായി തോടായി ഇസ്രായേൽ പാളയത്തിലിട്ട് ഒഴുക്കി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 12 മാസവും സമൃദ്ധിയായി വെള്ളം കുടിച്ചവരാ. ഇതൊക്കെയും അനുഭവിച്ചിട്ടുള്ളവരോ മറന്നുപോയി. ഹല്ലേലൂയ. നിസാര വിഷയങ്ങൾ വരുമ്പോൾ ദിവസം പുറപ്പെടുത്തു. നാമും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ വളരെ ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പലപ്പോഴും നാം നിരാശപ്പെടാറുണ്ട്, നാം ഭയപ്പെടാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അനുഭവിച്ച നന്മകൾ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറന്നു പോകാതെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭാരപ്പെട്ടാൽ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം നിരാശപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം തെറ്റുമെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ മുറുകെ പറ്റുന്ന പാവങ്ങൾ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം അത് ദൈവത്തിന്റെ സ്തോത്രം. ഇത് മൂന്നും നമ്മെ പിന്നോട്ട് വലിക്കുന്നതാ. ഇത് ഏറെ പിതാവിൽ നിന്നുള്ളതല്ല, ഇത് ലോകത്തു നിന്നുള്ളതാ. ആകിയാൽ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളായ നാം അതേ വളരെ ബുദ്ധിയോടെ അതേ പരിജ്ഞാനത്തോടെ അതേ ഓടിയെങ്കിൽ മാത്രം ലക്ഷ്യത്തെ എത്തുവാൻ സാധിക്കത്തുള്ളൂ. 112-ാം സങ്കീർത്തനം എന്റെ 10-ാം വാക്യം വായിക്കുന്ന യഹോവക്തിജ്ഞാനത്തിന്റെ ആരംഭം. അത് ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധി. അവരുടെ സ്തുതി ആ ദിവസം നിലനിൽക്കുന്നത് അതേ ദൈവഭക്തിയിൽ നിലനിന്നെങ്കിൽ മാത്രമേ ദൈവജ്ഞാനം പ്രാപിച്ച് നമ്മുടെ ഓട്ടത്തിൽ നമുക്ക് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമതായി അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓട്ടം ദൈവം നമുക്ക് നൽകിയതാ. ഹല്ലേലൂയ. ദൈവം നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം അത് സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് സാധാരണ ലോകപരമായ ഓട്ടം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോ അല്ലെ ചില മണിക്കൂറുകൾ മാത്രം നിൽക്കുന്ന ഓട്ടമാണ്. എന്നാൽ ഒരു ദൈവഭക്തന്റെ ഓട്ടം എന്ന് പറയുന്നത് ജീവപര്യന്തമുള്ള ഓട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഓട്ടത്തിൽ ഭാരങ്ങളും ക്ഷീണങ്ങളും അധിക മടുപ്പുകളൊക്കെ ഉണ്ടാകാം. എന്നാൽ അത് ഉണ്ടാകാതെ നമ്മ ആ ഓട്ടം സ്ഥിരതയോടെ ഓടി അത് ലക്ഷ്യത്തെ എത്തിച്ചാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നതായ ആദ്യ ദൂരം നാം അതേ ദൈവത്തിന് സ്തോത്രം ഓടി തികച്ച് അത് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. 3-ാമതായി പറയുന്നു, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശു ക്രിസ്തുവിൽ നോക്കണം. ലോകത്തിൽ നോക്കിയാൽ, ലോകത്തിന്റെ മോഹങ്ങളിൽ നോക്കിയാൽ, ലോകത്തിൽ നമുക്ക് വിശ്വസ്തരെന്ന്
പറയുന്നവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ സാധ്യമാകത്തില്ല. കാരണം വിശ്വാസം എന്ന കർത്താവാണ്. അത് ആ കർത്താവിന് ആ വിശ്വാസം നമ്മിൽ പൂർത്തീകരിക്കാനുള്ള ആ ദൈവത്തിന് സ്തോത്രം കഴിവുള്ള ദൈവമാ. ദൈവത്തിന് സ്തോത്രം ബേസോൺ. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ ഇടയായിട്ടുള്ളൂ. പൗലോസ് പറയുന്നു, ഞാൻ പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് മുമ്പിലുള്ളത് കണ്ടുകൊണ്ട് അതേ ലക്ഷ്യത്തിലേക്ക് ഓടുക. ദൈവത്തിന് സ്തോത്രം. പലതും മറന്ന് ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാ. അതേ കർത്താവ് യേശു ക്രിസ്തുവാ നമ്മുടെ മാതൃക. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൽ നോക്കിക്കൊണ്ട് ഓടിയെങ്കിലേ നമുക്ക് ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാലാമതായി പറയുന്നു, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക നാം പിൻപറ്റണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമുക്ക് കാണിച്ച മാതൃക എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ, രോഗങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ആ രോഗത്തിലേക്ക് നോക്കാതെ, ദുഃഖത്തിലേക്ക് നോക്കാതെ, അതെ പ്രതികൂലങ്ങളിലേക്ക് നോക്കാതെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിലേക്ക് നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് അതെ 1-ാം ലേഖനം അതിന്റെ 6-7 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിന് 6-7 വാക്യങ്ങൾ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പത്രോസ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നൊരു വിശ്വാസ ജീവിതത്തിലുള്ളതാ. കർത്താവ് സഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മുടെ മാതൃക. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയായി നമുക്ക് കാണണം. ഹല്ലേലൂയ. കണ്ട് അതിന്മേൽ നാം ജയമെടുക്കുമ്പോഴാണ് അതേ നിങ്ങൾ തേജസ്സിനും മഹത്വത്തിനും മാനത്തിനുമായി കർത്താവിന്റെ മേഘപ്രത്യക്ഷയിൽ നമുക്ക് ഇടയായി തീരുന്നത്. അതേ നമ്മുടെ ശോധനയിൽ ഒരു ദൈവത്തിന് സ്തോത്രം തട്ടാൻ പൊന്ന് തീയിലിടുന്നതിന് തുല്യമായിട്ടാണ് അവിടെ പത്രോസ് ഓർമ്മിച്ചിരിക്കുന്നത്. തട്ടാൻ പൊന്ന് തീയിലിടുന്നത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അതിനെ നശിപ്പിച്ചു കളയുവാനല്ല, തീ ദഹിച്ചു പോകുന്നതാ പൊന്ന് ദൈവത്തിന് സ്തോത്രം. എങ്കിലും അത് ദഹിപ്പിച്ച് കളയുവാനല്ല തട്ടാനിടുന്നത്. അതേ കീടങ്ങളെ നീക്കി അശുദ്ധി നീക്കി അതിനെ ശുദ്ധീകരിച്ച് തനി സ്വർണമായി പുറത്തു കൊണ്ടുവരുവാനാ. അതേ തട്ടാൻ ആ സ്വർണം തീയിലിട്ടാൽ തട്ടാന്റെ കണ്ണെപ്പോഴും ആ സ്വർണത്തിന്മേലായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അശുദ്ധി നീങ്ങി എന്നറിയുമ്പോൾ അതേ തട്ടാൻ സ്വർണം വെളിയിലെടുക്കും. അതുപോലെ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നാം വിശ്വാസത്തിൽ പൂർണ്ണരാകുമ്പോൾ അവൻ നമ്മെ പുറത്തെടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അധികം തികവുള്ളവരായി നാം നിന്നെങ്കിൽ മാത്രമേ ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ സാധ്യമായ പത്രോസ്. ഇവിടെ കർത്താവ് പറയുന്നു, ദൈവത്തെ പൗലോസ് പറയുന്നു, കർത്താവ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു. എന്താ കർത്താവ് കണ്ട സന്തോഷം? ഹല്ലേലൂയ. കർത്താവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത്. അതേ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഫിലിപ്പിയ 2-ാം അധ്യായം 6 മുതൽ വാക്യം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്നും വിചാരിക്കാതെ താന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. അത് പിതാവിന്റെ ഹിതമായിരുന്നു. അതേ ക്രൂശിലെ മരണത്തോടും ഉള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവ് അവനെ ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അതേ മടങ്ങത്തക്ക നിലയിൽ സകല അധികാരവും ദൈവം അവന് നൽകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20 വാക്യങ്ങൾ നാം പ്രകാരം 20 മുതൽ അങ്ങനെ അവൻ 23 ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവനെ ഉയർത്തി. ദൈവത്തെ അനുസരിച്ച് ഹല്ലേലൂയ ക്രൂശിലെ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ള ഭൂമിയിൽ വന്ന് മനുഷ്യനായി മനുഷ്യ വേഷമെടുത്തു. കാലിൽ തൊഴുത്തിൽ ജനിച്ചു. അച്ഛന്റെ ഭവനത്തിൽ പാർത്തു. 33 വർഷക്കാലം ഭൂമിയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 3.5 വർഷക്കാലം പിതാവിന്റെ ഹിതത്തിന് വേണ്ടി വലിയ ദൈവത്തിന് സ്തോത്രം ശുശ്രൂഷ ചെയ്തു. 33 തിരുവയസ്സിൽ കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി പരമയാഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും നൽകി. ദൈവത്തിന് സ്തോത്രം. ആ അധികാരങ്ങളൊക്കെയും തന്റെ സഭയായ നമുക്ക് കർത്താവ് നൽകിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സന്തോഷമായി കണ്ടത് ഈ സഭയുമായി ദൈവത്തിന്റെ വലതുഭാഗത്ത് അതേ നിത്യായുഗം വസിക്കുന്ന ഒരു ആ സന്തോഷം ഓർത്തപ്പോൾ തന്റെ ക്രൂശിലെ കഷ്ടതകളൊക്കെയും നിസ്സാരമായി കാണുവാൻ തക്കവടെയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ കഷ്ടതയെ വലുതായി കാണാതെ നമ്മുടെ നിത്യതയെ വലുതായി കണ്ട് നമ്മുടെ പ്രത്യാശ ഉറപ്പിപ്പാൻ തക്ക ഇടയായി തീർന്നാൽ നമ്മുടെ കഷ്ടതകളൊക്കെയും നമുക്ക് സാരമില്ല എന്ന് എണ്ണുവാൻ തക്ക ഇടയായി തീരും എന്ന് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 6-ായി പറയുന്നു ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇത് നേരത്തെ പറഞ്ഞു, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ഓട്ടക്കളമാണ്. ഈ ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവപര്യന്തം ഓടുവാനുള്ള, ഒരു ദിവസത്തേക്കോ ഒരു മണിക്കൂറേക്കോ ഉള്ളതല്ല, ജീവപര്യന്തം ഓടേണ്ടതാ. ഈ ഓട്ടത്തിൽ പലപ്പോഴും നമുക്ക് മടുപ്പും ക്ഷീണവും ഉണ്ടാവും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് അതേ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സഹിച്ചതായ കഷ്ടതകളും അതേ പ്രയാസങ്ങളും നാം ഓർക്കാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 3-ാം വാക്യം വായിക്കുന്നു. ഏപ്രിൽ 2-ന്റെ 3-ാം അധ്യായം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും രോഗവും വരുമ്പോൾ കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ അതേ ദൈവത്തിന് സ്തോത്രം കർത്താവ് സഹിച്ച കഷ്ടതകൾ നാം ഓർത്തു കഴിഞ്ഞാൽ അതുമായിട്ട് നാം നമ്മുടെ കഷ്ടതയൊന്ന് താരതമ്യം ചെയ്താൽ നമ്മുടെ കഷ്ടത ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവടിയായിത്തീരും. അവനേൽക്ക പങ്കപ്പാടുകൾ ദൈവത്തിന്റെ സ്തോത്രം ഗതസമതകൾ കാൽവറി വരെ നമ്മെ വീണ്ടെടുപ്പാൻ ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് പുത്രത്വം തരുവാൻ ദൈവത്തിന് സ്തോത്രം നമ്മെ അധമപാതാൾ നിത്യനിരകത്തിന് വീണ്ടെടുത്ത് സ്വർഗത്തിൽ പൗരത്വം നൽകി സ്വർഗീയ പൗരന്മാരാക്കി സ്വർഗത്തെ നമ്മുടെ പേരെഴുതി ദൈവമക്കളാക്കി തീർത്തു. മാത്രമല്ല ഏതു സമയവും കൃപാസനത്തോടും കടന്നിയെന്ന് അപ്പാ പിതാവിന് വിളിപ്പാൻ ദൈവത്തിന് സ്തോത്രം അധികാരവും അവകാശവും തന്നത് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ നിസ്സാരമെന്ന് കാണുവാൻ തക്കമടയായി തീരും. മാത്രമല്ല 11-ാം അധ്യായത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സഹിച്ചതായ കഷ്ടതകൾ ഒന്നും നാം സഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവർ കാടുകളിലും മലകളിലും പാർത്തു. അവർ അനേകർ ക്രൂശിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കോലാടുകളെയും ചെമ്മരിയാടുകളെയും തോലുകൾ ധരിക്കേണ്ടതായി വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ അതേ ജീവനോടെ കത്തിച്ച് അവർ വെളിച്ചം കണ്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മൃഗീയ പീഡനങ്ങളേറ്റവരാണ്
സാക്ഷികളായി അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുമ്പിലാണ് നാം ഓടുന്നത്. ദൈവത്തിന് സ്തോത്രമാക്കിയാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സഹിച്ച കഷ്ടതകള്, നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടതകള്, അതൊന്നും നാം സഹിക്കുന്നില്ല. അതിന്റെ അംശം പോലും നാം സഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, അല്ലെ എന്റെ ക്രൂശ്, ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ അനുഭവിക്കണം, കർത്താവിന്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം. അവന്റെ ക്രൂശ് ലളിതമാണ്. നമുക്ക് സഹിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ കർത്താവ് നമുക്ക് തരുന്നില്ല. ദൈവത്തിന് സ്തോത്രമാകിയാൽ കർത്താവ് തരുന്ന ക്രൂശ് നാം സന്തോഷത്തോടെ സഹിച്ച് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമാകിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളെയും ദൈവത്തിന് സ്തോത്രം സന്തോഷത്തോടെ സ്വീകരിച്ച്, ദൈവത്തിന് സ്തോത്രം നാം മടുപ്പില്ലാത്തവരായി, ദൈവത്തിന് സ്തോത്രം നമ്മുടെ ക്ഷീണങ്ങളും മടുപ്പും ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുമ്പോൾ അതിനെ ചേമ്പെടുപ്പാനിടയായി തീരണം. 1 Pത്രോസ് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന് പ്രകാരം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യ പ്രകാരമായി വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശത്രുവായി നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ വീഴ്ത്തി കളയുവാൻ ശത്രുവായ പിശാച് നമുക്ക് ചുറ്റുമുണ്ട്. ആ ഓർമ്മയോട് നമ്മൾ ഓടണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏദനിൽ ഔവയെ വീഴ്ത്തിയ ദൈവത്തിന് സ്തോത്രം പിശാച്. ദൈവത്തിന് സ്തോത്രം. അതേ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, അതേ സ്തോത്രം, അത് കൊണ്ടുവന്നാണ് പിശാച് ഔവയെ വീഴ്ത്തുവാൻ തക്കോണ്ടിയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെയും വീഴ്ത്തുവാൻ തക്കണം വീഴ്ത്തുവാൻ ഉപയോഗിച്ച തന്ത്രം ഇതാ. കർത്താവ് ഇതിനെ ജയമെടുത്തു. അനേക വിശുദ്ധന്മാർ ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ഉള്ള പുതിയ നിയമങ്ങളിൽ നിന്ന് വായിച്ചാൽ അനേകരെ വീഴ്ത്തിയത് ഈ ദൈവത്തിന് ശത്രുവായ പിശാച് കൺമുഖവും ജഡമുഖവും ജീവിതത്തിന്റെ പ്രതാപവും ഇട്ട് വീഴ്ത്തിക്കളഞ്ഞ് നമുക്ക് കാണുവാൻ തക്കൊണ്ടിയായിട്ടും ആ ശത്രു നിരന്തരം വ്യാപകമില്ലാതെ നമുക്ക് ചുറ്റും നമ്മളെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ പത്രോസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ആകയാൽ ആ ശത്രുവിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതുകൊണ്ട് ആ യൂദാ പറയുന്നത്, വീഴാതെ നമ്മളെ സൂക്ഷിച്ച് മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായവനാ ദൈവത്തിന് സ്തോത്രം. ആ ശക്തനായവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൽ നാം ഓടുമ്പോൾ, അവനെ മാതൃകയാക്കി നാം ഓടുമ്പോൾ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തക്ക വഴിയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മടുപ്പുകളും ക്ഷീണങ്ങളും ദൈവത്തിന് സ്തോത്രം അതിജീവിപ്പാൻ തക്കണം നമുക്ക് ഈ നാൾ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതിനായി ഈ ദിനങ്ങളിൽ നമ്മളെ ഒരുക്കാം. കർത്താവിന്റെ ഏറ്റവും ആസനമായി എന്ന ലോകസമ്പൾ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് ഉണരാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉയരത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് അതിന്റെ സമയമായി അതിനുവേണ്ടി ഒരുങ്ങാം. ഈ വനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ല ഒരു ദൈവവചനം കേൾക്കുവാൻ നമുക്ക് ഇടയാക്കിയല്ലോ. ദേവദാസിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് വായിച്ച സങ്കീർത്തനത്തില് പണ്ടേയുള്ള കഥകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുകയും, തലകളെ ഒന്ന് ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് കാണാം സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ തന്നെയുള്ളല്ലോ, എങ്ങനെയാണ് ഒറ്റയ്ക്കല്ല. നമ്മളിരിക്കുന്ന സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയും, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന നിങ്ങളുടെ റൂമിലോ ഏത് ഭാഗത്തായിരുന്നാലും സോഫയിലോ കട്ടിലോ സോഫയിലോ ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ കാണണം. നമ്മുടെ മനസ്സിൽ കണ്ടാൽ നമ്മളെ ദൈവത്തെ ഏത് രൂപത്തിലാണ്, ഒരു പ്രകാശം പോലാണോ, ഒരു രൂപം പോലാണോ, വലുതായിട്ടാണോ ചെറുതായിട്ടാണോ, ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും ആശ്വാസം പകരുന്നത്. അങ്ങനെ ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന വചനങ്ങളും മറ്റൊരാൾ പ്രാർത്ഥിക്കുന്ന അതിന്റെ വാക്ക്, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഒരു വാക്ക് പോലും വിടാതെ അതിനെ ശ്രദ്ധിച്ചിരിക്കണം. ഒരാൾ പ്രാർത്ഥിക്കുന്നല്ലോ, ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക, അതൊരു ചടങ്ങായിട്ട് തീരാതെ അവരുടെ ആവശ്യങ്ങളും അവർ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ വാക്കിലും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രയർ മീറ്റിങ്ങുകൾ കൊണ്ട് പ്രയോജനമുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത്, ഓരോ നാളും നമ്മൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ അല്പമെങ്കിലും വളരണം. മേളോട്ട് കയറുവാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഓരോ ദിവസത്തെയും പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്തുവാ? ഈ ലോകത്ത് കുറെ വെള്ളം സമ്പാദിക്കാനാണോ? നമുക്ക് ഈ സമയത്ത് നമുക്കെല്ലാം എന്തെല്ലാം ചെയ്യാതെ, ദൈവദാസനൊക്കെ ഇന്ന്
മെസ്സേജ് വരെ ഒക്കളൊക്കെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ കുടുംബത്തിൽ ചെയ്യാനുണ്ട്. അതെല്ലാം കളഞ്ഞിട്ട് ഈ കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്ന ആ ഒരു സമയം, ദൈവദാസന് ഒരു മെസ്സേജ് പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനം, ഇതൊക്കെയാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്. ഒരാൾ വന്ന് മെസ്സേജ് പറഞ്ഞ് നമ്മൾ വന്ന് കുത്തിയിരുന്നു, അങ്ങനെയല്ല. ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുക. ദൈവമാണ് വചനം തരുന്നത്. നമ്മുടെ വാ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വചനം തരുന്നത് ദൈവമാണ് സംസാരിക്കുന്നത്. അപ്പോഴാ ദൈവ സാന്നിധ്യം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സന്നിധി ബോധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെ? ശബരിമലയിൽ പോകുന്നവർ അവര് പറയുന്ന ഭഗവാൻ എന്നല്ല, അവര് സന്നിധിയിൽ പോകുന്നതെന്നാണ് പറയുന്നത്. ശബരിമല സന്നിധാനം, ഇവിടമാണ് ഈശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം. എല്ലാ മതങ്ങളും അത് തന്നെ പറയുന്നത്. നിന്റെ മനസ്സ് ഇടറുകയാണെങ്കിൽ നിനക്ക് അഭയമായിട്ടുള്ളത് ഈശ്വര സന്നിധാനം ഒന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, വളരെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ആ ഭാഗമാണെങ്കിലും വളരെ കൃത്യമായിട്ട് ദേവദാസൻ അതിൽ കൂടി ദൈവം സംസാരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഭാരങ്ങള്, പ്രയാസങ്ങള്, സാക്ഷികൾ എത്രയോ ഒരു സമൂഹം നമ്മുടെ മാരത്തോൺ ഓടുന്ന പോലെ എവിടെയും വോട്ടിലെ നിത്യതയിലേക്കുള്ള ഈ ഒരു യാത്രയുടെ മധ്യത്തിലാണ് നാം ഇരിക്കുന്നത്. ദേവദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.